മൂന്നാമത് നമ്മളൊരു ധനികനെ കാണുന്നു. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ. അവിടുത്തെ ധനികൻ ഒരു ചെറുപ്പക്കാരനായ ധനികൻ. ആ ധനികന് വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചോദിക്കും, കർത്താവേ, എനിക്കെന്താ ഒരു കുറവ്? ഞാൻ ഒത്തിരി കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, ഞാൻ നിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കെന്താ ഒരു കുറവ്? കർത്താവ് പറഞ്ഞു ചോദിക്കും, പൊന്നുമനെ, നിനക്കൊരു കുറവ് മാത്രമേ ഉള്ളൂ. നിനക്കുള്ളതെല്ലാം പറ്റി നീ ദരിദ്രർക്ക് കൊടുക്ക്, അപ്പം നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ഇത് കേട്ട് ആ ധനികൻ വിഷമിച്ച് കടന്നുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ദൈവസന്നിധി ദൈവം ദാനമായിട്ട് കൊടുത്ത സമ്പത്ത് മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സമ്പത്ത് വ്യയം ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് ഈ ധനികനും ദൈവസന്നിധിയിൽ ഒരു പേരില്ല. അവന്റെ പേര് അവശേഷിക്കുന്നു ധനികനായ മനുഷ്യൻ. 3 ധനികന്മാര് ദൈവസന്നിധിയിൽ പേര് കണ്ടെത്താൻ മറന്നുപോയി. എന്നാൽ 19-ാം അധ്യായം ലൂക്കാസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരക്കഥ മാറുന്നു. അവിടെ നമ്മളൊരു ധനികനെ കാണുന്നു. ആ ധനികനൊരു പേരുണ്ട്. പേരെന്താ? സക്കേവൂസ്. അവന് പേര് വരാൻ കാരണമുണ്ട്. കാരണം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞ, കർത്താവേ, ഞാൻ ഈ കാണുന്ന സമ്പത്തൊക്കെ വഞ്ചിച്ചെടുത്തതാ, ഇതെന്റെ അല്ല, ഇതൊക്കെ ഞാൻ തിരികെ കൊടുക്കാൻ തയ്യാറാ, ഞാൻ വഞ്ചിച്ചെടുത്തിട്ട് 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷകായി വന്നിരിക്കുന്നു. നീ അബ്രഹാത്തിന്റെ പുത്രനാ. നിന്നു മുതൽ നിന്റെ പേര് ചുങ്കക്കാരനിൽ പ്രധാനെന്ന് ധനികനൊന്നല്ല, നിന്റെ പേര് സക്കേവൂസ് എന്ന. അവസാനം കർത്താവ് ഭവനത്തെ അനുഗ്രഹിച്ചിട്ട് കടന്നുപോകും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷകായി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എനിക്കൊരു പേരുണ്ടോ? എന്താ ദൈവസന്നിധിയിൽ എൻ്റെ പേര്? ഈ രാത്രിയിൽ ദൈവം നമ്മുടെ ജീവനെ ആവശ്യപ്പെട്ട എന്തായിരിക്കും നമ്മോട് പറയുക? ഫോഷയായ മല്ലപ്പള്ളിക്കാരെ എന്ന് നമ്മളെ വിളിച്ച ദൈവസന്നിധി നമ്മൾ പരാജയമായി സംഭവിച്ചു. കാരണം നമുക്കൊരു പേരില്ലാതായിപ്പോയി. ഈ ലോകകാലം അത്രയും ജീവിച്ചിട്ട് ദൈവസന്നിധിയിൽ ഒരു പേര് കണ്ടെത്താനായോ? ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതപ്പെട്ട എൻ്റെ ഒരു പേരുണ്ടോ? ആദ്യത്തെ 3 ധനികന്മാരും ദൈവം ദാനമായിട്ട് കൊടുത്ത സമ്പത്ത് ലോകത്തിന് വേണ്ടി വ്യയം ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പേരില്ല. പക്ഷെ 4-ാമത്തെ ധനികൻ ഒരു പേരുണ്ട്, സക്കേവൂസ്. അവൻ ദൈവം ദാനമായിട്ട് എന്ന സമ്പത്തിനെ തിരിച്ചറിഞ്ഞ്, കർത്താവെ, ഇത് മറ്റുള്ളവരോടാണ് തിരിച്ചറിഞ്ഞ് ദാനം ചെയ്യാൻ ദൈവസന്നിധിയിൽ സന്നദ്ധനായതുകൊണ്ട് ദൈവം ഒരു പേര് നൽകി, സക്കേവൂസ്. അബ്രഹാത്തോട് ദൈവം പറയും, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ, ഇന്നു മുതൽ നിന്റെ പേര് അബ്രഹാം എന്നല്ല, നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടും. സാറായോട് കർത്താവ് പറയും, ഇനി മുതൽ അബ്രഹാത്തോട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ ഭാര്യ നീ സാറായി എന്നല്ല വിളിക്കേണ്ട, അവളുടെ പേര് സാറ എന്നായിരിക്കും. ദൈവം പേര് കൊടുക്കുന്നു. വചനം പറഞ്ഞു വയ്ക്കും, നീ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്ക്, നിന്റെ നാമം അനുഗ്രഹീതമായി തീരും. പേര് അനുഗ്രഹീതമായി തീരും. ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ അനുസരിച്ച യാക്കോബിനോട് ദൈവം പറയും, ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം പേര് കൊടുക്കുന്നു. പത്രോസിനോട് കർത്താവ് പറയും, ഇന്നു മുതൽ നിന്റെ പേര് പത്രോസ് എന്നല്ല, നീ കേപ്പ എന്നറിയപ്പെടും, പാറ എന്നറിയപ്പെടും. കർത്താവ് പേര് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്കൊരു പേര് കൊടുക്കട്ടെ. എന്താ ദൈവം എനിക്കിടുന്ന പേര്? ലോകം നമ്മളെ ചാക്കോച്ചെന്നും മറിയാമ്മയെന്നും അല്ലെങ്കിൽ ഏലിയാമ്മയെന്നും എലിക്കുട്ടി എന്നൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ എന്താ എൻ്റെ പേര്? ദൈവം ഈ രാത്രി എൻ്റെ ജീവനെ ആവശ്യപ്പെട്ട ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൊടുക്കാൻ എനിക്ക് പേരുണ്ടാവണം. അതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഈ നോമ്പുകാലത്ത് ദൈവം നമ്മോട് പറയുന്നത്, നിന്റെ ചെയ്തികളെ കുറിച്ച് നീ ഒന്ന്, നിന്റെ ദൈവം നമ്മോട് പറയുന്നത്, നിന്റെ മുമ്പിൽ നന്മയും തിന്മയും ഞാൻ മുമ്പേ കൊണ്ട് വെച്ചേക്കുക. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാം. ദൈവസന്നിധിയിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് ചോയ്സ് തന്നേക്കുക. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നേക്കുക. നമുക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ദൈവസന്നിധി നന്മ തിരഞ്ഞെടുക്കാം. വീണ്ടും നമുക്ക് വചനം ഓർമ്മിക്കാം. എഫെസോസ് ലേഖനം 4:22, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കും. പുതിയ മനുഷ്യനെ ധരിക്കാൻ വേണ്ടി ദൈവം വീണ്ടും അവസരം തന്നിരിക്കുക. ഈ അവസരം നമുക്ക് ഏറ്റെടുക്കാം. നമുക്കൊരു പുതിയ മനുഷ്യനെ ധരിക്കാം. ബൈബിളില് വളരെയേറെ പ്രാവശ്യം നമ്മൾ കാണുന്ന ദൈവത്തിന്റെ, നമ്മളൊക്കെ കർത്താവിന്റെ കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണ് നല്ലിടയന്റെ ഉപമ. നല്ലിടയന്റെ ഉപമ ഇങ്ങനെയാ പറയുന്നത്, 100 ആടുകളുടെയൻ, അതിൽ 99 ആടും ലക്ഷ്യസ്ഥാനത്തെത്തി, പക്ഷെ ഒരാട് നഷ്ടപ്പെട്ടു പോയി. ഇടയൻ നല്ലവനാണെങ്കിൽ ആട് വഴിതെറ്റിപ്പോകാൻ പാടില്ല. ഇടയൻ നല്ലവനാണെങ്കിൽ 100 ആടും കൂടെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഒരാട് വഴിതെറ്റിപ്പോയി. എന്നിട്ടും പറയാം നല്ലിടയെന്ന്. എന്താ ഇങ്ങനെ പറയുന്നത്? ഒരാട് വഴിതെറ്റിപ്പോയാൽ ഇടയൻ നല്ലവനല്ല. കാരണം ആടിനെ ശുശ്രൂഷിക്കാൻ, ആടിനെ നോക്കാൻ ഇടയൻ മറന്നുപോയി. അവനെ നല്ലിടയെന്ന് വിളിക്കാൻ പറ്റുവരെ. ഈ ഒരാട് മുള്ളിന്റെ ഇടയിൽ കിടന്ന് നിലവിളിച്ചിട്ടുണ്ടാവും, ദൈവമേ, ഞാൻ മാത്രം എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ബാക്കി ആടുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി, അവർക്ക് ഭക്ഷണം കിട്ടി, അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടി, ഞാൻ മാത്രം ഈ മുള്ളിന്റെ ഇടയിൽ കിടന്ന് നിലവിളിക്കുന്നു, എനിക്ക് മാത്രം ലക്ഷ്യസ്ഥാനമില്ല. ഇത്തരം നിസ്സാരം. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം കൃത്യമായിട്ട് എത്തിക്കൊള്ളും. ആ മുള്ളിന്റെ ഇടയിൽ കിടന്ന ആടിനെ ദൈവത്തിന് പഠിപ്പിക്കണമായിരുന്നു. നിന്റെ കഷ്ടതകളിലും വേദനകളിലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും
നിന്നെ തേടിയെത്തുന്ന ഒരു ഇടയനുണ്ടെന്ന്, നിന്നെ നോക്കിയിരിക്കുന്ന ഒരു ഇടയനുണ്ടെന്ന് ആ ആടിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം വൈകി. മാനുഷിക ദൃഷ്ടിയിൽ ദൈവം വൈകി, ദൈവിക ദൃഷ്ടിയിൽ കൃത്യസമയത്തെത്തി. മറ്റാടുകളെ നടത്തിക്കൊണ്ടുപോയപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ ദൈവം തോളിലേറ്റിക്കൊണ്ടുപോയി. ദൈവത്തിന്റെ സമയത്ത് ദൈവം വരുമ്പോൾ ദൈവം തോളിലേറ്റിക്കൊണ്ടുപോകും. മാനുഷിക ദൃഷ്ടിയിൽ ആടിനെ രക്ഷിക്കാൻ ദൈവം വൈകി, പക്ഷെ ദൈവിക ദൃഷ്ടിയിൽ അവിടുന്ന് കൃത്യമായി എത്തി. ദൈവം ഒരിക്കലും വൈകി വരാം. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം കൃത്യമായിട്ട് എത്തിക്കോളും. നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളിലെ സങ്കടങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ സമയത്തിന് വിട്ടുകൊടുക്കാം, ദൈവം കൃത്യമായിട്ട് എത്തിക്കോളും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോയുടെ ഒരു സുഹൃത്തിന്റെ കഥ വായിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ പേര് ലാസർ. ലാസറിന് 2 പെങ്ങന്മാരും മർത്തായും മറിയും. മർത്തായും മറിയും വചനം പറഞ്ഞു വയ്ക്കും, ഈശോയും ലാസറും അത്രമാത്രം അടുത്ത സ്നേഹിതരായിരുന്നു. മർത്തായും മറിയും ആളെടുത്ത് പറഞ്ഞു, ആളിനെ വിട്ട് പറഞ്ഞു, കർത്താവെ, നിന്റെ സ്നേഹിതന് താൻ മരിക്കാറായി കിടക്കും, നീ വന്ന് സുഖപ്പെടുത്തണം. ഈശോ പോയില്ല. പിന്നെ ആളയച്ച് പറഞ്ഞു, ഇത് നിന്റെ കൂട്ടുകാരൻ മരിച്ചുപോയി, നീ വരണം അവനെ സംസ്കരിക്കാൻ വേണ്ടി. ഈശോ പിന്നെയും പോയില്ല. വീണ്ടും ആളയച്ചു, കർത്താവെ, നീ വരണം. കർത്താവ് പോകുന്ന 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്താ ഇത്രമാത്രം സ്നേഹിതനാണെങ്കിൽ, ഇത്രമാത്രം അടുത്ത സുഹൃത്താണെങ്കിൽ നേരത്തെ പോകാഞ്ഞേ? എന്താ കർത്താവ് ഇത്രമാത്രം താമസിച്ചേ? സ്നേഹിതനാണ്, നേരത്തെ പോകണമായിരുന്നു. അവൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ തന്നെ അവനെ കണ്ട് അവനെ സുഖപ്പെടുത്തണമായിരുന്നു. എന്തേ ദൈവം ഇത്രമാത്രം വൈകിയേ? ഇത്തരം ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം കൃത്യമായിട്ട് എത്തിക്കൊള്ളും. ഒരുപക്ഷെ ഈശോ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈശോയാകുന്നു പുനരുത്ഥാനം ജീവനുമെന്ന് വിശ്വസിക്കുക മർത്തായും മറിയോ മാത്രമായിരുന്നു. 11-ാം അധ്യായം 49-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കും, അനേകം യഹൂദർ അവനിൽ വിശ്വസിച്ചു. അതായത് ഈശോ ചെയ്ത വലിയ പ്രവൃത്തി കണ്ടിട്ട് അനേകം യഹൂദർ അവനിൽ വിശ്വസിച്ചു. അനേകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിപ്പിക്കാൻ വേണ്ടി കർത്താവ് വൈകി. ലോകത്തിന്റെ ദൃഷ്ടിയിൽ കർത്താവ് വൈകി, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവിടുന്ന് കൃത്യമായിട്ടെത്തി. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം കൃത്യമായിട്ട് എത്തിക്കൊള്ളും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തില് അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ജസബൽ രാജ്ഞി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ബാലിന്റെ പ്രവാചകന്മാരെ ആരാധിക്കാത്ത എല്ലാവരും വധിക്കപ്പെടണം, ബാലിനെ ആരാധിക്കാത്ത എല്ലാവരും വധിക്കപ്പെടണം. അങ്ങനെ കർത്താവിന്റെ ഒത്തിരി പ്രവാചകന്മാര് വാളിനിരയാക്കപ്പെട്ടു. കുറെ പേര് ബാലിന്റെ പ്രവാചകന്മാർക്ക് മുമ്പിൽ മുട്ടുമടക്കി. ബാലിന്റെ പ്രവാചകനെ ആരാധിക്കാത്ത ഏലിയ ദൈവസന്നിധിയിലേക്ക് ഓടി ഒളിക്കുകയാണ്, മരുഭൂമിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഒരു ഗുഹയിൽ ചെന്ന് അഭയം നേടുക, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യം കൊടുങ്കാറ്റുണ്ടാവുന്നു, ദൈവത്തെ പ്രതീക്ഷിക്കുന്നു, ദൈവം വന്നില്ല. പിന്നെ പേമാരി ഉണ്ടായി, ദൈവത്തെ പ്രതീക്ഷിച്ചു, ദൈവം വന്നില്ല. പിന്നെ അഗ്നി സ്തംഭവും ഭൂകമ്പം ഉണ്ടായി, അവിടെയും ദൈവത്തെ പ്രതീക്ഷിച്ചു, അവിടെയും ദൈവം വന്നില്ല. അവസാനം ദൈവം വരുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു മൃദുസ്വരത്തില, ചെറു കാറ്റില്ല ദൈവം വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം കൃത്യമായിട്ട് എത്തിക്കൊള്ളും. മനുഷ്യന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ദൈവം വരണമെന്നില്ല, മനുഷ്യന് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ദൈവം വരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൊമ്പരങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് എന്തൊക്കെയാ ദൈവം വരാത്തതെന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞു വയ്ക്കും, എനിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് എത്തിക്കോളാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1, രക്ഷിക്കാനാവാത്തത് എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വരം കേൾക്കാത്തത് എന്റെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. വീണ്ടും യെശയ്യാ പ്രവാചകൻ 30:20 പറയും, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല, നീ വലത്തേക്കോ ഇടത്തേക്കോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കി കാത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് എന്താ ദൈവം വരാത്തെന്ന് നിലവിളിച്ച് പറയുമ്പോൾ കർത്താവ് പറയും, എന്റെ സമയമായിട്ടില്ല. എന്താ എനിക്ക് ജോലി കിട്ടാതെ, ഞാൻ മാത്രം എന്താ ഈ ചാനാശ്ശേരി മല്ലപ്പള്ളി റോട്ടിൽ ഇങ്ങനെ തേരാപ്പാര ഓടി നടക്കുന്നെന്ന് ദൈവത്തോട് ചോദിക്കും. ദൈവം പറയും, എന്റെ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ദൈവം കൃപകൾ നൽകിക്കൊള്ളും. അല്ലെങ്കിൽ എന്റെ കല്യാണം എന്താ നടക്കാത്തെ, എന്റെ കടബാധ്യതകൾ എന്താ മാറാത്തെ, എന്റെ സ്വപ്നങ്ങൾക്ക് മാത്രം എന്തേ ഇതൊരു ഫലമണിയാത്ത പൂണിയാത്ത നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു വയ്ക്കും, എന്റെ സമയമായിട്ടില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസവന്റെ പുസ്തകത്തിൽ പറയും, എല്ലാത്തിനും ഒരു സമയമുണ്ട്, നടാനൊരു കാലം, കൊയ്യാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, എല്ലാത്തിനും സങ്കടപ്പെടാനൊരു കാലം, ചിരിക്കാനൊരു കാലം, എല്ലാത്തിനും ഒരു കാലമുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയം ഒരിക്കലും വൈകി വരാം. ദൈവം കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളും. നമ്മെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ നമ്മെ രക്ഷിക്കാനും കർത്താവിനറിയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, പുണ്യചരിതനായ മാർപ്പാപ്പയുടെ ജീവിതകാലം വളരെ സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമാകുന്നു, ജ്യേഷ്ഠരെ നഷ്ടമാകുന്നു. പിന്നെ ആനന്ദ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി പാറമടയിൽ പണിയെടുക്കുന്നു. സെമിനാരി ചേരണമെന്നുള്ള ആഗ്രഹത്തിൽ പോളിഷ് ഭരണത്തിന് കീഴിൽ അത് നടക്കാത്തത് കൊണ്ട്
രാത്രിയുടെ യാമങ്ങളിൽ സെമിനാരി പഠനം നടക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ തിരികത്തിച്ച് ചെറുബാലൻ രാത്രിയുടെ യാമത്തിന് ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എന്തിനാ എന്നെ മാത്രം അവശേഷിപ്പിച്ച്? എന്നെയും കൂടെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ കൂടായിരുന്നു. എന്റെ മാതാപിതാക്കളെയും എന്റെ ജ്യേഷ്ഠനെയും കൊണ്ടുപോയപ്പോൾ എന്നെയും കൂടെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി കൂടായിരുന്നു നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ചെറുബാലന് ഉത്തരവൊന്നും കൊടുക്കുന്നില്ല. കാലങ്ങൾക്ക് ശേഷം ദൈവം ഉത്തരം കൊടുക്കുന്നു, എന്തിനായി ചെറുബാലനെ അവശേഷിപ്പിച്ചതെന്ന്. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയെ നയിക്കാൻ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യനെ ദൈവത്തിന് വേണമായിരുന്നു. അതിനുവേണ്ടി ഈ ബാലനെ അവശേഷിപ്പിച്ചു. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം ദൈവം നന്മയ്ക്ക് വേണ്ടി അവശേഷിപ്പിക്കുന്നതാണ്. ജെറമിയായുടെ പുസ്തകം 29:11, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി. നന്മയുടെ പദ്ധതി ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഇതൊക്കെ ദൈവത്തിനറിയാം. എപ്പോൾ നമ്മളെ രക്ഷിക്കണമെന്ന്, എപ്പോൾ നമുക്ക് കൃപകൾ നൽകണമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ജോഷുവയുടെ കർത്താവ് പറയും 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ശക്തിപ്പെടുത്തി പറയുക, ജോഷുവ 1:9, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും നമ്മളോട് ദൈവം പറയും ഫിലിപ്പി ലേഖനം 4:19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകും. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകും. വീണ്ടും എഫേസ്യസ് ലേഖനം 3:20, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ ചെയ്തു തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇത് ശക്തിയില്ലാത്ത ദൈവമല്ല, ശക്തിയുള്ള ദൈവമാണ്. ഹെബ്രായ ലേഖനം 13:8, യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. പണ്ടുകാലത്ത് ചെങ്കടൽ വറ്റിച്ചവൻ, പണ്ടുകാലത്ത് ചെങ്കടലിലെ ഇസ്രായേൽ ജനത്തെ നയിച്ചവൻ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, 5 അപ്പം 5000 കൊടുത്തവൻ, 4 അപ്പം 7000 കൊടുത്തവൻ, അന്ധനെ സുഖപ്പെടുത്തിയവനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയവനായ കർത്താവാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. നമുക്കും ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ദൈവം നമുക്ക് കൃപകൾ നൽകും. നമുക്ക് വചനം ഓർമ്മിക്കാം. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ നന്മയ്ക്ക് വേണ്ടി പരിണമിക്കുന്ന ദൈവസന്നിധിയിൽ നമുക്ക് വിനീതരാകാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കും ദൈവത്തോട് പറയാം, ഈശോയെ, നിന്റെ സമയത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെയും പഠിപ്പിക്കണമേ. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമുക്ക് അതോർക്കാം. മനുഷ്യന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയമാണ്. ദൈവം ഒരിക്കലും വൈകുകയില്ല. കൃത്യസമയത്ത് തന്നെ ദൈവം നമ്മളെ എത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ കൃപകൾ നൽകാൻ വേണ്ടി ഈ വൈകാത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടിന്മേലായിരുന്ന് ഒരാരാധനയുടെ ഗാനം ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കാരണം ഈ ദൈവം രക്ഷിക്കാനാവാത്തതും കരം കുറുകിപ്പോയിട്ടുള്ള ദൈവമല്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. മടി കൂടാതെ കർത്താവെ, തന്നെ പോലെ എന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവെന്ന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പാടി ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആത്മനാഥാ
സ്വരം ഉയർന്ന് നമുക്ക് പാടിച്ചുവിളിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്,